നീറ്റ് 2024-ൽ വളരെ വിജയകരമായ മാർക്ക് കരസ്ഥമാക്കിയ ആയിഷ സുഹൈലിയാണ് ഇന്ന് നമ്മളോട് കൂടിയുള്ളത്. സോ ആയിഷയോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആയിഷ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് ചെറിയൊരു ഗ്രാമമായ കാട്ടാമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എത്രയുണ്ട് സ്കോർ? എത്രയുണ്ട്? എനിക്ക് 672. വളരെ നല്ല സ്കോറാണത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? ബ്രില്യൻറ്റിൽ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ചേർന്നിരുന്നു. അപ്പോൾ എനിക്ക് ഹണികോംബ് ഹോസ്റ്റലിലായിരുന്നു കിട്ടിയിരുന്നത്. അവിടുന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ വാർഡനും ടീച്ചേഴ്സിനെ ആയിരുന്നു. അപ്പോൾ പരമാവധി പഠിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്. പിന്നെ റെഫറൻസ് സൗകര്യം നല്ലോണം യൂസ് ചെയ്തിരുന്നു. ലൈബ്രറി, അവിടുത്തെ ബുക്സ് എല്ലാം യൂസ് ചെയ്തിരുന്നു. കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇതെൻ്റെ ഉപ്പ, ഇത് ഉമ്മ, ഇത് അനിയത്തി, ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൾ. ഓക്കെ. അപ്പോൾ ഉപ്പ ഉമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? പേര് സുഹൈൽ. കണ്ണൂരിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ 10-12 വർഷമായി പ്രിൻസിപ്പളായിട്ട് ജോലി നോക്കുന്നു. ഓക്കെ. അപ്പോൾ അവിടുത്തെ കുറേ കുട്ടികളൊക്കെ എല്ലാ വർഷവും ബ്രില്യൻറ്റിൻ്റെ കുട്ടികളാകാറുണ്ട്. നന്നായിട്ട് പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 5-6 വർഷം മുമ്പ് ഈ കുട്ടിയുടെ കസിൻ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റായിരുന്നു. അവന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. കണ്ണൂരിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പം വീട്ടിലെ ആദ്യത്തെ ഡോക്ടർ അല്ല, ഇത് 3ാമത്തെ ഡോക്ടറാകുമ്പോഴാണ്. ഈ കുട്ടിയുടെ പിന്നെ സിസ്റ്റർ നഫീസ സുഹൈൽ കൊല്ലത്ത് MBBS പഠിക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ വർഷമായി. അവളും പിന്നെ പാലത്ത് തന്നെ പഠിച്ചത്. അവളെ കൂടെയുള്ള വേറൊരു കുട്ടി MBBS ഇവിടെ മലപ്പുറം പഠിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ തന്നെ ബ്രില്യൻറ്റിൻ്റെ ഓരോ എന്താ പറയണ്ടേ, നല്ല കണ്ണൂരാണെങ്കിലും ഇപ്പോൾ പാലായിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? അവര് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് പാലയിൽ തന്നെയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് പാലയെ കുറിച്ചിട്ടാണ്. ഞങ്ങൾക്ക് നല്ല പാരമ്പര്യമുണ്ട് ഇപ്പോൾ പാലയായിട്ട്. ഒരുപാട് കുട്ടികൾ MBBS കഴിഞ്ഞിട്ട് ഡോക്ടറായിട്ടുണ്ട്. ഓക്കെ. ഉമ്മ എന്താ ചെയ്യുന്നത്? എന്ത് തോന്നുന്നു ഈ നിമിഷം? സുഹൈലിക്ക് നല്ല സ്കോർ കിട്ടി, ഇങ്ങനെ ഒരു മൊമെന്റ് തോന്നുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീലക്ഷ്മി മിസ്സും എപ്പോഴും മാർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നല്ലോണം ചോദിക്കുമായിരുന്നു. പിന്നെ ഹോസ്റ്റൽ വാർഡൻ സോണി മിസ്സ്, എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി എക്സാമും മോഡൽ എക്സാമും ഒക്കെ ഇടുമ്പോൾ ഇതേപോലെ തന്നെ സ്കോർ കിട്ടാറുണ്ടായിരുന്നോ? ആ റാങ്ക് ആ ഒരു ഇതിൽ തന്നെയായിരുന്നു. ആ ഒരു ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അല്ലേ? ഏതാ ഏറ്റവും ഈസിയസ്റ്റ് സബ്ജക്റ്റ് ഏതാ? എനിക്ക് ഇഷ്ടം പഠിക്കാൻ ഫിസിക്സ് ആണ്. പിന്നെ ബയോളജിയും ഇഷ്ടമാണ് അല്ലേ? ടഫ് സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രിയിൽ ഓർഗാനിക്. എങ്ങനെ അതപ്പോൾ ഓവർകം ചെയ്ത് പോകുന്നത്? അതായത് ആ ഒരു ടഫ് മാറി എങ്ങനെ? അത് ക്വസ്റ്റ്യൻസ് എല്ലാം NCERT തന്നെയായിരുന്നു. അതുകൊണ്ട് NCERT മാത്രം എല്ലാ ലൈനും വേറെ നോട്ടിലേക്കൊക്കെ എഴുതിയിട്ട് പഠിക്കുക. അങ്ങനെ ഓർഗാനിക്. ആയിഷ സുഹൈൽ പറയുകയാണെങ്കിൽ 7th വരെ മലയാളം മീഡിയം പഠിച്ചത്. 8th മുതൽ 10th വരെ എൻ്റെ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറി. പിന്നെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഏതാണ്ട് എല്ലാ സബ്ജക്റ്റിനും മുഴുവൻ മാർക്ക് കിട്ടിയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഔട്ട് ഓഫ് 200 തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ മികച്ച വിജയം തന്നെയാണ്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഡയറക്ടേഴ്സ്, സ്റ്റാഫ്, അവിടുത്തെ മറ്റ് പിന്നെ ജീവനക്കാർ എല്ലാവരോടും എനിക്ക് അങ്ങേയറ്റം കടപ്പാട് അറിയിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷവും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി നീറ്റ് 2025 കരസ്ഥമാക്കാനിരിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? അപ്പം നമുക്കത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ചുറ്റുപാടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ഒച്ചപ്പാട് അങ്ങനെ എന്തുണ്ടായാലും നമ്മൾ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി നമ്മളത് പഠിക്കും. മനസ്സിൽ നിന്ന് വരുന്നതാണ് അത് കിട്ടണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ എന്തായാലും ആയിഷ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.